അച്ഛൻ്റെ ഒച്ച ഇഷ്ടമല്ല, അച്ഛൻ്റെ വാശി ഇഷ്ടമല്ല, അച്ഛൻ്റെ നോട്ടം ഇഷ്ടമല്ല, അച്ഛൻ്റെ ഉപദേശവും ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലായ്മകളാണ് അച്ഛനെക്കുറിച്ച്. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തം കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുത്തയാൾ. പുതിയ ജീവിതത്തോടെ സ്വന്തമായുണ്ടായിരുന്ന ഒരുപാട് ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചവൻ. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ഒരുപാട് ഇഷ്ടമില്ലായ്മകളെ പുറമേ പ്രകടിപ്പിക്കാതെ മനസ്സിൽ ഒതുക്കി കഴിഞ്ഞവൻ. പല സ്ഥലങ്ങളിൽ, പല ജോലികളിൽ, പല വേഷങ്ങൾ കെട്ടിയതും കുടുംബത്തിനു വേണ്ടി. സ്വന്തം കുടുംബത്തിനായി ചെറുതാണെങ്കിലും മനോഹരമായൊരു വീട് വെക്കാൻ പെട്ട പാടുകൾ. മക്കൾക്ക് LKG മുതൽ നല്ല വിദ്യാഭ്യാസവും സ്പെഷ്യൽ ട്യൂഷനും. മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും. ഇതിനിടയിൽ എപ്പോഴോ അയാൾ ജീവിത കഷ്ടപ്പാടിലേക്ക് വഴുതിപ്പോയി. ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അയാൾ വീടിനുള്ളിൽ തനിച്ചായി. മക്കൾക്ക് മുന്നിൽ ഒരധികപ്പറ്റാണോ എന്ന് അയാൾക്ക് സ്വയം തോന്നി തുടങ്ങി. കാരണം മക്കൾ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്നത് അവരുടെ അമ്മയോടായിരുന്നു. ഇതെല്ലാം കാണുന്ന അയാൾക്കുള്ളിലെ അച്ഛൻ ഒരു തോൽവിയായി മാറി. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതായിരുന്നു അയാളുടെ പ്രശ്നം. നമുക്ക് ചുറ്റും കാണാം ഇത്തരം ഒരുപാട് അച്ഛന്മാരെ. അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടും. ഇതിനിടയിൽ അച്ഛനെ പലരും മറക്കുന്നു. പലപ്പോഴും കരയുന്ന അമ്മമാരെ മക്കൾ കാണും. പക്ഷെ കരയുന്ന അച്ഛനെ ഒരിക്കലും മക്കൾ കാണില്ല. 10 മാസം നൊന്തുപെറ്റ അമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ കേട്ടുകാണും. എന്നാൽ അമ്മയുടെ ഗർഭകാലത്ത് പിറക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനായി പഴവർഗ്ഗങ്ങൾ, പോഷകാഹാരങ്ങൾ, ചെക്കപ്പുകൾ തുടങ്ങിയവയ്ക്കായി നെട്ടോട്ടമോടിയ അച്ഛനെ മക്കൾ ഓർക്കില്ല. കൊടും മഴയത്ത് ആശുപത്രി വരാന്തയിൽ തനിക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ആദ്യ കരച്ചിൽ കേൾക്കാനായി കൊതുകുകടിയേറ്റ് കുത്തിയിരുന്ന അച്ഛന്റെ സഹനം ത്യാഗമായി ഒരു മക്കളും കരുതാറില്ല. രാത്രിയെ പകലാക്കി ചോര നീരാക്കി പണിയെടുത്ത കഥ ഒരിക്കൽ പോലും പറയാത്ത, അറിയിക്കാത്ത അച്ഛൻ. വല്ലപ്പോഴും പണ്ടുണ്ടായ കഷ്ടപ്പാടുകളൊന്ന് പറഞ്ഞുപോയാൽ പഴംപുരാണം തള്ളുന്നു എന്ന കളിയാക്കൽ. അമ്മയെന്ന പുഴയെ ധ്യാനിക്കുമ്പോൾ അച്ഛൻ എന്ന കടലിനെ മറക്കുന്നു പലപ്പോഴും. അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പൊതുവെയുള്ള വിചാരങ്ങൾ. മക്കളെ എപ്പോഴെങ്കിലും ഒന്ന് ഉപദേശിച്ചാൽ ഇത് നിങ്ങളുടെ കാലമല്ലെന്ന് പറയുന്ന അമ്മമാരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന അച്ഛൻ. അടച്ചിട്ട മുറിക്കുള്ളിൽ ചാറ്റും ഗെയിമുകളും TV സീരിയലുകളും തകർത്താടുമ്പോൾ വാർത്താ ചാനലുകൾ പോലും അന്യമാകുന്നൊരച്ഛൻ. എത്രയൊക്കെ ഇല്ലായ്മകൾ പറഞ്ഞാലും എല്ലാ ആഗ്രഹങ്ങളും വൈകിയാണെങ്കിലും സാധിപ്പിച്ചു തരുന്ന ഒരാൾ. എല്ലാ പരാതിയും തീർക്കുന്ന, എന്നാൽ ആരോടും പരിഭവങ്ങളില്ലാത്ത ഒരാൾ. ഇതൊക്കെയാണ് അച്ഛൻ. ഗൗരവത്തിന്റെ മുഖംമൂടിക്ക് താഴെ അലിവിന്റെ ഒരു മുഖം കൂടിയുണ്ട് അച്ഛന്. പിച്ചവെച്ച് നടക്കാൻ തുടങ്ങിയ പ്രായത്തിൽ കാലിടറി വീണപ്പോൾ ഭയപ്പാടോടെ കണ്ണടച്ചു നിന്ന അമ്മയെ മാറ്റി നിർത്തി നമുക്ക് ധൈര്യം തന്ന് വീണ്ടും നിവർന്നു നടക്കുവാൻ പഠിപ്പിച്ച ഒരാൾ. അമ്മയ്ക്ക് തടുക്കുവാൻ പറ്റാത്ത കുസൃതികൾ കാണിച്ചപ്പോഴൊക്കെ നല്ല ചുട്ടടി തന്ന് നമ്മെ നേർവഴിക്ക് നയിച്ചൊരാൾ. കണ്ണുനീരൊക്കെ ഉള്ളിലൊതുക്കി മനസ്സിൽ 100 കൂട്ടം പ്രശ്നങ്ങളുമായി നടക്കുന്ന അച്ഛൻ എപ്പോഴും മക്കളുടെ മനസ്സിൽ ഒരു കർക്കശക്കാരൻ തന്നെയാണ്. ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പോലും നമ്മൾ പറയാറുണ്ട് അച്ഛന് ചിരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നന്നായി ഒരുങ്ങി നടന്നൂടെ എന്നൊക്കെ. പക്ഷേ പണ്ടൊക്കെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ മക്കൾ ജനിച്ചതിൽ പിന്നെ ആ മനുഷ്യന്റെ ലോകം എന്ന് പറയുന്നത് സ്വന്തം കുടുംബം മാത്രമായി. മക്കളെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് മാത്രമേ ആ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സ്നേഹവും കരുതലുമൊക്കെ ഉള്ളിൽ നിറച്ച് നിശബ്ദനായി നടക്കുന്ന ഒരാളാണ് അച്ഛൻ. ചെറുതായി ഒന്ന് വീണ് ചോര പൊടിഞ്ഞാൽ പോലും വിറയ്ക്കുന്ന കൈകളോടെ നമ്മളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അച്ഛന്റെ നെഞ്ചെടുപ്പ് കേൾക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? സ്കൂൾ വിട്ടു വരാൻ താമസിക്കുമ്പോൾ വഴിയരികിൽ കാത്തു നിൽക്കുന്ന അച്ഛന്റെ ഉള്ളിലെ കാവൽക്കാരനെ നമ്മൾ ആരെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉത്സവപ്പറമ്പിലെ കാഴ്ചകളിലൂടെ നമ്മളെ കൊണ്ടു നടന്ന അച്ഛന്റെ മനസ്സറിയാൻ ഇനി എന്നാണ് നമുക്ക് കഴിയുക? ഒരടി തന്നാൽ പോലും മക്കൾക്ക് വേദനിച്ചു എന്ന അമ്മയോട് പലവട്ടം ചോദിച്ച് ഉള്ളിൽ തേങ്ങുന്ന അച്ഛനെ പലപ്പോഴും മക്കൾ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അച്ഛൻ അതൊരു കുടയാണ്. മക്കളുടെ പുഞ്ചിരിക്ക് മീതെ കണ്ണീരിന്റെ മഴ വീഴാതിരിക്കാൻ സ്വയം നിവർന്നു പിടിക്കുന്ന ഒരു കുട. നമ്മൾ അനുഭവിച്ച തണലെല്ലാം അച്ഛൻ കൊണ്ട വെയിലായിരുന്നു. പൊള്ളുന്ന വെയിലേറ്റ് തണലേകിയ വൃക്ഷം. ഒരു നോട്ടം കൊണ്ട് ശാസിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതം. ഉള്ളിൽ കരഞ്ഞും പുറമേ ചിരിച്ചും ഉയിര് വിയർപ്പാക്കിയ പരാതികളില്ലാത്ത മനുഷ്യൻ. എന്റെ ചിറകുകളും എന്റെ ആകാശവും, അതാണ് എൻ്റെ അച്ഛൻ.